അപ്പോൾ ഇതാ കോട്ടൺ ലിനൻ സാരീസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം, ഇടവേള എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ഗ്യാപ്പ് വന്നു. ശരിക്കും ആക്ച്വലി നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2021 അന്ന് തുടങ്ങിയിട്ട് അന്ന് ഇമ്മീഡിയറ്റ്ലി കുറച്ച് ഫ്രീക്വൻ്റ്ലി ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പൊതുവേ സാരീസ് ചെയ്യാൻ കുറച്ചൊരു മടിയുള്ളത് കൊണ്ടും അങ്ങനെ പ്രത്യേകിച്ച് കോട്ടൺ ലിനൻ ഒരുപാട് പ്രാവശ്യമായി ചോദിക്കുന്ന മാം. പിന്നെ എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേർക്ക് അങ്ങനെ കിട്ടാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ, പിന്നെ സാരി ചെയ്യാനുള്ളൊരു മടിക്ക് അങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ ആ സാരി എപ്പോഴും ചോദിക്കാറില്ല, മാം കാണുന്നുണ്ടല്ലോ അല്ലേ. ലാസ്റ്റ് സാറ്റർഡേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിൻ്റെ വീഡിയോ വന്നതുകൊണ്ടാണ് അങ്ങനെ നീണ്ടുപോയത്. അപ്പോൾ ഇന്ന് 10 വെറൈറ്റി വരുന്നുണ്ട്. 10 ഡിഫറെൻറ്റ് വെറൈറ്റീസിലാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ലിനൻ ഫാബ്രിക്കാണ്. അപ്പോൾ എനിക്കിത് ആദ്യം ഞാൻ ഇൻട്രോ പറയാം, എന്നിട്ട് എല്ലാവരും സ്വാഗതം ചെയ്യാം. അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിലേക്ക് ഇതിൻ്റെ ഏത് സാരിയാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 3 നമ്പറുകളും വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിൽ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അർജൻറ്റ് മാറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ വർക്കിംഗ് അവേഴ്സിൽ, അതായത് 9:30 to 5:30 ആണ് വർക്കിംഗ് ടൈം. അതിൽ വിളിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടെങ്കിൽ അതൊന്ന് അയച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് വാട്സപ്പ് ത്രൂ സിസ്റ്റമാണ്. എന്തായാലും കുറച്ച് അവകാശം വേണ്ടി വരും. പിന്നെ കഴിഞ്ഞ വീഡിയോസിൻ്റെ കുറച്ചുകൂടെ മെസ്സേജസ് ഒക്കെ പെൻഡിങ് ഉണ്ട്. അവർ നോക്കി വരുന്നുണ്ട്. കുറച്ച് അവകാശം ആവശ്യമാണെന്ന് മാത്രം. പിന്നെ അർജൻറ്റായിട്ട് എങ്ങോട്ടെങ്കിലും പോകാനുള്ളവരാണ്, ഇമ്മീഡിയറ്റ്ലി അയക്കണം എന്നൊക്കെയുള്ളവരാണെങ്കിൽ ഒന്ന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എപ്പോഴും ഈ ഒരു കോട്ടൺ ലിനൻ ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫാൻസ് എന്ന് ഞാൻ പറയില്ല, ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഇപ്പോഴും എന്നെ കെയർ ചെയ്യുന്ന, മെസ്സേജ് ചെയ്യാറുള്ള ഒരുപാട് കസ്റ്റമേഴ്സിനെ നേടി തന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു സാരി. പക്ഷേ 1-2 പേർക്ക് അന്ന് ഈ സാരി ഞങ്ങൾ ഇതെന്താ അങ്ങനെ, കാരണം ഈ ഒരു സാരിയുടെ നേച്ചർ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, എന്നിട്ട് വേണം വാങ്ങാൻ. കോട്ടൺ ലിനൻ ബ്ലെൻഡായ ഒരു സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ സ്റ്റിഫും അല്ല, എന്നൊരു ഓവർ ഫ്ലോയിങ്ങും അല്ല. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെതായ ഒരു പരിമിതികളുള്ളൊരു ഫാബ്രിക്കുമാണ്. അപ്പോൾ നോർമൽ വാഷ് ചെയ്യാം, പക്ഷേ ഫസ്റ്റ് വാഷ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ആ സ്റ്റിഫ്നെസ് ഒന്നുകൂടെ സ്റ്റിഫായി നിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് കാണിക്കുന്നതല്ലാതെ ഞാൻ ഈ ഒരു സാരി കാണിച്ചു തരാം. ഇത് ഞാൻ അന്ന്, അതായത് 4 years ബാക്ക് ഈ വീഡിയോ ചെയ്തപ്പോൾ അന്ന് ഞാൻ എടുത്ത അന്ന് 1100 ആ റേഞ്ചിൽ കൊണ്ടുവന്ന സാരിയായിരുന്നു. അതിൽ ടസൽസൊക്കെ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യമായിട്ട് എന്തോ ഒന്ന് ഡ്രൈപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ മോൾ ഇഷ്ടംപോലെ കോളേജിൽ കൊണ്ടുപോയിട്ട് അവർ കുട്ടികൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അറിയാലോ അത്രത്തോളം ഉപയോഗിച്ചിട്ടുള്ള സാരിയാണ്. എങ്കിലും ഇപ്പോഴും ഒരു കുഴപ്പമില്ല. നോർമൽ വാഷ് ചെയ്തു കേട്ടോ. അത് നോർമൽ വാഷ് ചെയ്ത് സ്റ്റാർച്ച് ചെയ്തിട്ടില്ല. നമുക്ക് സ്റ്റാർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് അതാണ് ഇങ്ങനെ വരുന്നു. നമ്മൾ അന്ന് ഒരു അജ്രക്കിൻ്റെ ബ്ലൗസാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഇത് വന്നു ആ സാരി. ഇതിപ്പോൾ ഒന്ന് സെയിൽ ചെയ്യാനുള്ള സാരി അല്ല കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല, ചിലപ്പോൾ നമുക്ക് ചെയ്ത് ഓർഡർ ചെയ്താൽ കിട്ടുമായിരിക്കും. പക്ഷേ ഇനി ഫർദർ ഓർഡേഴ്സ് നമുക്ക് ദീപാവലിക്ക് ശേഷം അവരും ഇനി നോർത്ത് ഇന്ത്യനിലൊക്കെ എല്ലാം ലീവിലേക്ക് പോയി തുടങ്ങിക്കൊണ്ടിരിക്കുക. ദീപാവലി ഹോളിഡേയ്സ് വരുന്നുണ്ടേ. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പ്രിൻസ് ഡിഫറെൻ്റ് ആണ്, എന്നാൽ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ഉണ്ട്. നമുക്ക് കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫാബ്രിക്കിനെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി വാങ്ങുക. ഫസ്റ്റ് സാരി ഇതാ വരുന്നത്. നമ്മുടെ ബ്യൂട്ടിഫുൾ ഇൻഡിഗോയിൽ തന്നെ തുടങ്ങാം. ഇത് പല്ലുവാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ സിൽവർ സരി ബോർഡറോട് കൂടി പല്ലു വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. ഇതാ ഇങ്ങനെ വരും. ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ബോഡി പോർഷനിൽ ഇതാ ഇങ്ങനെ വരുന്നു. നല്ലൊരു ബോർഡർ താഴേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. ഒരു ബ്രോഡ് ബോർഡറാണ് താഴെ, മുകൾ ഭാഗത്തേക്ക് അത്രയും ചെറിയൊരു ബോർഡർ വന്നിരിക്കുന്നത്. പിന്നെ ഈ കോട്ടൺ ലിനൻ സാരിയുടെ പ്രത്യേകത അതിൻ്റെ ആ ഒരു സിൽവർ സാരി ആ ഒരു ബോർഡറാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. 6.4 meters ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ റണ്ണിങ് ബ്ലൗസ് പീസ്. അപ്പോൾ നമുക്ക് ഈ ബ്ലൗസ് കട്ട് ചെയ്യാതിരുന്നാൽ നമുക്ക് അത്രയും ലെങ്ത്തിൽ കിട്ടും സാരി. ഇത് നമുക്ക് ഇനി ഇൻഡിഗോയിൽ ഷോപ്പിൽ അവൈലബിൾ ആയ നമ്മൾ മെറ്റീരിയൽ കോട്ടണിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഹക്കോബയിൽ വൈറ്റ് കോളർ നെക്ക് ബ്ലൗസൊക്കെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ വരുന്നു. ഫസ്റ്റ് സാരി ഇതാണ്. സാരിയുടെ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് കോട്ടൺ ലിനൻ സാരി. ഇതെങ്ങനെ വരുന്നു. ട്രാൻസ്പെറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെ വരും. ഭംഗി നന്നായിട്ട് ഒതുങ്ങി നിൽക്കും കേട്ടോ. നല്ല ഷേപ്പിൽ നിൽക്കുന്ന സാരിയാണ്. ഇങ്ങനെ വരും. പല്ല് വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് സാരി ഇതാ നല്ലൊരു നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, നേവി ബ്ലൂ, ഡാർക്ക് ബ്ലൂവിൽ അതിൽ ഒരു സിൽവർ സാരി ബോർഡേഴ്സിൻ്റെ പല്ല് വരുന്നത് എങ്ങനെയാണ്, ഒരു മെറൂൺ കളർ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിസ്മസ് കൺസെപ്റ്റിനൊക്കെ ആപ്റ്റായ സാരിയാണ് കേട്ടോ. അതായിരുന്നു സ്റ്റാർസ് വരുന്നുണ്ടല്ലോ. ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ലുക്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ ഡ്രൈപ്പ് നന്നായിട്ട് ഒതുങ്ങി നിൽക്കും. ഇങ്ങനെ വരുന്നു. നമ്മുടെ അമ്മമാർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ.
കാരണം അത് ഞാൻ പറയാൻ കാരണം യങ്സ്റ്റേഴ്സിന് പറ്റില്ല എന്നുള്ളതുകൊണ്ടല്ല, ചെറിയ അമ്മമാർക്കും നല്ലതാണ്. കാരണം അവർ ഒത്തിരി പേര് അങ്ങനെ അമ്മമാർ എൻ്റെ അടുത്ത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും വാങ്ങാറുണ്ട്. ഇതിൽ നമുക്കൊരു ഹാഫ് ഓഫ് കൺസെപ്റ്റിലാണ്. പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ എത്തുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസൈൻ വരും, ഫ്ലോറൽ ഡിസൈൻ വരുന്നു, ഇങ്ങനെ വരുന്നു. ഈ ഫാബ്രിക് ഏതാണെന്ന് മനസ്സിലാക്കി വാങ്ങണം കേട്ടോ. റണ്ണിങ് ബ്ലൗസ് പീസ് അല്ല, ഒരു പ്രിൻറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷെ അത് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ അടുത്ത് ഒരു അജ്രക് ബ്ലൗസ് ഉണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ സാരി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിലേ അജ്രക്ക്, ഇക്കത്ത് അതിലൊക്കെ കുറച്ച് ബ്ലൗസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സാരികൾക്കൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു. ഇൻഡിഗോയിൽ വരുന്നു നെക്സ്റ്റ് സാരി. ഇങ്ങനെ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണം കേട്ടോ. കാരണം ഈ പല്ലുവിൻ്റെ ഭാഗമല്ല, ഇങ്ങനെ ബോഡി പോർഷൻ സ്ക്രീൻഷോട്ട് വിടാൻ നോക്കണേ. കാരണം അല്ലെങ്കിൽ ചില പല്ലു എല്ലാം ഒരുപോലെ ഇരിക്കും, അപ്പോൾ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലോ. അതങ്ങനെ വരുന്നു. നല്ല ഭംഗിയിൽ നിൽക്കുന്ന രീതിയിലൊരു ബോർഡർ ഇങ്ങനെ വരുന്നു. ബോഡി പോർഷനിൽ ഫുള്ള് ഇങ്ങനെ വരുന്നു. ഞാൻ അതിൻ്റെ ഈ ഭാഗം പല്ലിട്ട് കാണിച്ചില്ല അല്ലേ. ഇങ്ങനെ വരുന്നു. നമ്മൾ നല്ല ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വൈറ്റ് ഹക്കോബയുടെ ബ്ലൗസ് പീസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് കോട്ടണിൽ വന്നിട്ടില്ലേ, ഇതിൽ അമ്പിളി പറഞ്ഞതെന്ന് അക്കോബ ബ്ലൗസ് നല്ലതായിരിക്കും ചേച്ചി എന്ന് പറയണമെന്ന്. അതുണ്ടോ, നല്ലതായിരിക്കും ഇതിൽ. പക്ഷേ ഇൻഡിയോയുടെ കളറ് അങ്ങനെ കളറ് സ്പ്രെഡ് ആവുമോ? ഓക്കെ, അതാ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. ഇതിൻ്റെ ഈ ബ്ലൗസ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, പക്ഷേ എനിക്കൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ആണെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ വരുന്നു. 960, 960 രൂപയാണ് റേറ്റ് വരുന്നത്. 6.4 മീറ്റേഴ്സ് ഉണ്ട്, 640 വരുന്നുണ്ട്. വളരെ സോഫ്റ്റായ സാരിയാണ്. ഫസ്റ്റ് വാഷ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്തോളൂ, അതായിരിക്കും നല്ലത്. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ബർഗണ്ടി ഷെയ്ഡിൽ വരുന്ന സാരി ഇത് അങ്ങനെ വരുന്നു. ക്യാമറയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടാണ് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മളൊരു സിൽക്ക് സാരിയുടെ അങ്ങനത്തെ ഒരു ഫീൽ അല്ല കേട്ടോ. ഇതിനെ ഈ ഫാബ്രിക്കിനെ കുറിച്ച് മനസ്സിലാക്കി വാങ്ങണേ. ഇതങ്ങനെ വരുന്നത്, പല്ലു വരുന്നത് ഇങ്ങനെ. പക്ഷെ നമുക്ക് ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതായിരിക്കും. അതിങ്ങനെ വരും. ഒരു ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും നമ്മളിത് നന്നായിട്ട് ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോട്ടൺ ലിനൻ ബ്ലെൻഡായ ഫാബ്രിക് അല്ലേ, കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. ഈ ഒരു സാരി വാങ്ങിയ ശേഷം ഒരുപാട് തവണ എന്നെ മെസ്സേജ് ചെയ്തിട്ടുള്ള ഡാർലി മാം എന്നായിരുന്നു തോന്നുന്നു പേര്. സോറി കേട്ടോ, ഞാൻ പേരുകൾ ഓർത്തിരിക്കുന്നതുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ ബർഗണ്ടി ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ബർഗണ്ടി ഷെയ്ഡിൽ തന്നെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ. അതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെ. എൻ്റെലേക്ക് ഇങ്ങനെ ഒരു ടാസൽസ്, ത്രെഡ് കൊണ്ടുള്ള ടാസൽസ് വരുന്നുണ്ട് ഇങ്ങനെ. ബോഡി പോർഷനിൽ ചെറിയ ബ്ലോക്ക് പ്രിൻറ്റ്. അപ്പോൾ ഓരോന്നും ഓരോരോ യുണീക്ക് പീസസ് എന്ന് തന്നെ പറയാം. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ വരുന്നു. ബോഡിയിലേക്ക് നന്നായി ഒതുങ്ങി നിൽക്കും. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഇതാ ഈ വരും ബ്ലൗസ് പീസ്. ഇതിൽ പ്രിൻറ്റഡ് ബ്ലൗസ് പീസ്. അപ്പോൾ നമ്മൾ റേപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇതാ ഇങ്ങനെ. ബ്ലൂവിൽ നെക്സ്റ്റ്, നേവി ബ്ലൂവിൽ നെക്സ്റ്റ് ഇതാ വരുന്നത് ഇങ്ങനെ. ഇത് പല്ലു വരുന്നത് ഇങ്ങനെ. അതിൻ്റെ ബോഡി പോർഷൻ നമുക്ക് കാണാം. അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലുക്ക് വരുന്നത്, എല്ലാ സാരിയും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ സാരി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർ മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു. പല്ലു ഒതുങ്ങി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ വന്ന് അവർ ചെറിയ പ്രിൻറ്റുകളാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ഒന്ന് റണ്ണിങ് ബ്ലൗസ് 640 ഉണ്ട്, 6.4 മീറ്റേഴ്സിൻ്റെ ലെങ്ത്ത്. ഇങ്ങനെ വരുന്നു ബ്ലൗസ് പീസ്. ഞാൻ അജ്രക് ബ്ലൗസ് ആണെങ്കിലും ചേരും. ഇൻഡിഗോയിലെ നെക്സ്റ്റ് സാരി ഇതങ്ങനെ വരുന്നു. നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത കോട്ടൺ ഫാബ്രിക്കിന് ഓർമ്മ വരുന്നില്ല, ആ ഒരു അതേ ഒരു പാറ്റേണിൽ ഇതങ്ങനെ വരുന്നു. ഇത് പല്ലു ആണ് വരുന്നത്. കേട്ടോ, ഒന്ന് വിടുത്തിയിട്ട് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ വരും പല്ലു. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ഇൻഡിഗോ ലവേഴ്സിൻ്റെ ഇങ്ങനെ പല്ലു ഇങ്ങനെ വരും. ആ സിൽവർ സാരി ബോർഡറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്ന സാരി ഇങ്ങനെ വരുന്നു. ബോഡി പോർഷനിലേക്ക് ഇങ്ങനെ വരും. പോൾക്ക ഡോട്ട്സും നമ്മൾ ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റിൽ സാധാരണ വരാറുള്ള ആ ഒരു ഡിസൈനും ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നു. 6.4 മീറ്റേഴ്സ്, 960, 960 രൂപ. ബ്ലാക്ക് ലവേഴ്സ് ദാ അടുത്ത സാരി ഇങ്ങനെ വരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വേണ്ടിയിട്ട് എപ്പോഴും ഫാൻസ് കൂടുതലുള്ളതല്ലേ. ഇതിന് നമുക്ക് ബ്ലാക്ക് അക്കോബ ബ്ലൗസ് ആണെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ. അജ്രക് ബ്ലൗസ് ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ പല്ലു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടൊരു മെറൂൺ ഇക്കത്തിലൊരു ബ്ലൗസൊക്കെ ആണെങ്കിലും ചേരും. ഇങ്ങനെ വരുന്നു പല്ലു. ഇങ്ങനെ വരുന്നു. ഇനി നമുക്കതിൻ്റെ ബോഡി പോർഷൻ കാണാം. നല്ല ഭംഗിയിൽ ഇപ്പോൾ ഡ്രസ് കോഡിനൊക്കെ ആയിട്ട് കൂടുതൽ പേർക്ക് വേണമെങ്കിൽ ഒന്ന് ദിവാലി കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇനിയിപ്പോൾ നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നൊക്കെ അവിടെ നിന്നുള്ള സപ്ലൈ ഒക്കെ കുറച്ച് കാലത്തേക്ക്, കുറച്ച് ദിവസം കഴിയും. ദിവാലി കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ആവുള്ളൂ. ഇതാണ് റണ്ണിങ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതിങ്ങനെ ബ്ലാക്ക് ആണ്. ബോർഡർ വരുന്നുണ്ട്. സ്ലീവ് എൻഡിലേക്ക് നമുക്ക് ആ ബോർഡർ കിട്ടും. ഇങ്ങനെ വരും.
ബ്ലാക്ക് വൈറ്റ് മെറൂൺ കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഇങ്ങനെ വരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നല്ല ഒതുങ്ങി നിൽക്കും. ഇങ്ങനെ വരുന്നു. നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഓൾ ഓവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരും സാരിയുടെ ബോഡി പോർഷൻ. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വന്ന് നല്ല പൂക്കൾ. എന്നിട്ട് ഇതാണ് പ്ലെയിൻ ബ്ലൗസ് പീസ്. സ്ലീവ് എൻഡിലേക്ക് നമ്മൾ ഈ ബോർഡറൊക്കെ വെച്ചിട്ട് ഈ ബ്ലൗസിൻ്റെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. 960 960 രൂപ. ഇങ്ങനെ വരുന്നു. കോട്ടൺ ലിനനാണ് സാരി വരുന്നത്. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സാരി നമ്മൾ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ, ഒരു നേവി ബ്ലൂവിൻ്റെ ഇങ്ക് ബ്ലൂവിൻ്റെ ഇടയിലുള്ള ബ്ലൂ ആണ്, സുന്ദരി ബ്ലൂ എന്ന് പറയും. ആ ഒരു ബ്ലൂ ആണ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ പല്ല് വരുന്നത് ഇങ്ങനെ. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നന്നായി ഒതുങ്ങി നിൽക്കും. പല്ല് വരുന്നത് ഇങ്ങനെ. എന്നിട്ട് ഇതുപോലെ ബ്ലോക്ക് പ്രിൻസ് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരും. ഇങ്ങനെ വളരെ സാരി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും, ട്രാവൽ ചെയ്യാനൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ സ്കൂളിലേക്ക് കോളേജിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ബാങ്കിലോ ഹോസ്പിറ്റലിലോ എവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരും ബ്ലൗസ് പീസ്. ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്താൽ നല്ലതായിരിക്കും. നമുക്ക് കെയർഫുള്ളി ഏതാണെങ്കിലും നമുക്ക് വീട്ടിൽ കഴുകാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതങ്ങനെ വരുന്നു. ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തതല്ലേ, ചിലപ്പോൾ ഫസ്റ്റ് ഒരു മേൽ കളർ ലീക്കിങ് ചെറുതായിട്ട് ഉണ്ടാവുമെന്ന് വെച്ചാൽ വറിയിടാവണ്ട. ഇങ്ങനെ വരുന്നു. ഇത് 960. അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ സാരീസ് ഇഷ്ടമായോ? അപ്പോൾ ഇനി നിങ്ങൾക്ക് പ്രിഫറൻസ് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. സാരിയുടെ ഫാബ്രിക്കിൻ്റെ ഇത് മനസ്സിലായില്ലേ? ഇങ്ങനെ വരുന്ന ഒരു ഓവർ സ്റ്റിഫും അല്ല, ഒരു ഓവർ ഫ്ലോയിങ്ങും അല്ല. ഇങ്ങനെ വരുന്നതാണ് അതിൻ്റെ ഫാബ്രിക്കിൻ്റെ നേച്ചർ വരുന്നത്. ഒരു കൂൾ ഫാബ്രിക് തന്നെയാണ്. കോട്ടൺ ലിനൻ ആയതുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കിനിയും ഒരുപാട് വെറൈറ്റീസുമായി, ഇനിയിപ്പോൾ ഹക്കോബേൻ്റെ വീഡിയോ ഉണ്ടല്ലേ, ഓഫ് വൈറ്റ് ഹക്കോബ ചെയ്യാം കേട്ടോ. 2-3 ഡേയ്സിനുള്ളിൽ ചെയ്യാം. പിന്നെ സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടൺ പ്ലെയിൻ ജാം കോട്ടനാണ് ചോദിച്ചോന്നുണ്ട്. സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടൺ ആണ് എത്തിയിരിക്കുന്നത്. പ്ലെയിൻ കളേഴ്സ് എത്തിയിട്ടുണ്ട്. ഞാൻ വെനസ്ഡേ വീഡിയോയിൽ നോക്കട്ടെ പറ്റി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ഡിജി.